ഈ ശിവൻകുട്ടി ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊരു ആമുഖത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും മുൻ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഇത് LDFന്റെ രാഷ്ട്രീയ വിജയമാണ്. ഇത്തരത്തിൽ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള തീരുമാനം LDF സർക്കാർ സ്വീകരിക്കുന്നു. അത് CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് വരുന്നു. അപ്പോഴും പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നൊരു വിലയിരുത്തൽ അത് CPIയുടെ ഈ നിലപാടിന്റെ വിജയം കൂടിയാണ്. ആ സമ്മർദ്ദങ്ങൾക്ക് CPM വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു എന്നുള്ള ഒരു കാര്യമാണ് പറയുകയും ചെയ്തിരുന്നത്. അത്തരത്തിൽ ഒരു രാഷ്ട്രീയപരമായ വിജയം CPI അവകാശപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇന്ന് ശിവൻകുട്ടി അതിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഒരു നിലപാടിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അതേ ഭാഷയിൽ അദ്ദേഹം മറുപടി നൽകുന്നില്ല. പക്ഷേ അതിന് കൃത്യമായൊരു മറുപടിയുണ്ട്. അതേ ശിവൻകുട്ടി പറഞ്ഞ അത്രയും കടുത്ത വാക്കുകളിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിജയം തന്നെയാണ്. അത് ആർക്കാണ് എന്നുള്ള സംബന്ധിച്ചല്ല നമ്മൾ ചർച്ച നടത്തേണ്ടത്. അത് LDFന്റെ വിജയമാണെന്നുള്ള മുൻ നിലപാടിൽ അദ്ദേഹം ആവർത്തിച്ച് നിൽക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ശിവൻകുട്ടി അത് പറഞ്ഞു. മറ്റുള്ളവരുടെ നിലപാട് എന്താണെന്ന് നോക്കട്ടെ എന്നുള്ളൊരു നിലപാടിലാണ് അദ്ദേഹം ഉള്ളത്. എന്തായാലും ശിവൻകുട്ടി വെറുതെ ഇങ്ങനെ പറയില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം, ബിനോവിസത്തിനും അറിയാം. കാരണം കൃത്യമായൊരു നിർദ്ദേശം എന്തായാലും പാർട്ടി തലത്തിൽ നൽകിയിട്ടുണ്ടാവും. അതല്ലാതെ അത്തരത്തിലുള്ള പ്രസ്താവനകളിലേക്ക് അദ്ദേഹം പോയിട്ടില്ല എന്നൊരു അറിയാം. പക്ഷേ അതിന് അതേ രീതിയിലുള്ള മറുപടി അദ്ദേഹം പറയുന്നില്ല. വളരെ സംയമനത്തോടുകൂടിയുള്ള മറുപടിയാണ് ബിനോവിസത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. സിജോ, വളരെ സംയമനത്തോടു കൂടി എന്ന് നമുക്ക് തോന്നുമെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ വളരെ ഒരു മൂർച്ച നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ കമ്മ്യൂണിസ്റ്റ് ബോധ്യം ശിവൻകുട്ടിക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതായത് ഈ ബോധ്യം തനിക്കും തന്റെ പാർട്ടിക്കുമുണ്ട്, അത് MV ഗോവിന്ദനും MA ബേബിക്കുമുണ്ട്, പക്ഷേ ശിവൻകുട്ടിക്കും ഉണ്ടാകണമെന്ന് പറയുന്ന പ്രസ്താവനയിലൂടെ വളരെ ഷാർപ്പായി അദ്ദേഹം ശിവൻകുട്ടിയെ ആക്രമിക്കുകയാണ് എന്നാണ് ആ പ്രസ്താവനയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തീർച്ചയായും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPI എടുത്തിരുന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ല. അതാണ് ശരിയെന്ന കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുകയാണ്. പക്ഷേ കൂടുതൽ തന്നെ പ്രകോപിപ്പിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ അതിന് മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് ബിനോവിസം പറയുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു ക്രെഡിറ്റ് CPI കൊണ്ടുപോയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ CPM നേതൃത്വത്തിന് ശക്തമായി തന്നെ ഉണ്ട്. കാരണം ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് മാത്രമല്ല, ഇത് സംബന്ധിച്ച കത്ത് നൽകുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അതിൽ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ നിങ്ങൾ കാത്തിരിക്കൂ, നടപടി ഉണ്ടാകും, നടപടി ഉണ്ടായില്ലെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയാം എന്നുള്ളൊരു കാര്യത്തിലേക്ക് പറയുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ശിവൻകുട്ടിക്ക് കൃത്യമായ മറുപടി അദ്ദേഹം നൽകുന്നുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരു രാഷ്ട്രീയ വിജയമാണ് എന്ന കാര്യം തന്നെ അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. ഏത് തലത്തിലാണ് ഇക്കാര്യങ്ങളിൽ ഒരു സമീപനം സ്വീകരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യവും അല്ലെങ്കിൽ CPI എന്തുകൊണ്ടാണ് തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം ശിവൻകുട്ടിക്ക് മറുപടിയായി നൽകുകയും ചെയ്യുകയാണ്. അത് ബോധ്യപ്പെടണം. അതിനൊരു രാഷ്ട്രീയ ബോധ്യം ശിവൻകുട്ടിക്കും ഉണ്ടാവണം, അല്ലെങ്കിൽ മറ്റ് CPM നേതാക്കൾക്കും ഉണ്ടാകണമെന്നൊരു കാര്യം ഓർമ്മപ്പെടുത്തുക. ശിവൻകുട്ടി